വളരെ ചെറിയ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് നമ്മൾ വലിയ പ്രാമുഖ്യം കൊടുക്കാറില്ല. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിലെ ഈ ചെറിയ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. BJPക്ക് നഷ്ടപ്പെടുന്ന ഓരോ സീറ്റുകളും 272 എന്ന കേവല ഭൂരിപക്ഷത്തിനെത്താനുള്ള അവരുടെ സാധ്യതകൾക്ക് വലിയ മങ്ങലേൽപ്പിക്കും. ഹിമാചൽ പ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയൊരു സർവേ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകളിൽ 4 നേടിയത് BJP ആയിരുന്നു. അതുപോലെ തന്നെ 69% വോട്ടുകളും BJP നേടിയിരുന്നു. കോൺഗ്രസ് ആകട്ടെ വെറും 27% വോട്ട് മാത്രമാണ് 2019 നേടിയത്. എന്നാൽ അത് കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷം നേടി നിയമസഭയിൽ ഭരണം പിടിച്ചെടുത്തു. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിച്ചെങ്കിലും DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അത് പരാജയപ്പെടുത്തി കൊടുത്തു. ലോക് പോളിന്റെ ഹിമാചലിലെ പുതിയ തെരഞ്ഞെടുപ്പ് സർവേ പ്രകാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA 2 മുതൽ 3 സീറ്റുകൾ വരെയും കോൺഗ്രസ് 1 മുതൽ 2 സീറ്റുകൾ വരെയും നേടുമെന്നാണ് പ്രവചിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റുകൾ പോലും ലഭിക്കാതെ ഇരുന്ന വെറും 27% വോട്ടുകൾ മാത്രം ലഭിച്ച കോൺഗ്രസ് ഇപ്രാവശ്യം 2 സീറ്റുകൾ വരെ ഹിമാചൽ പ്രദേശിൽ നേടുമെന്നാണ് ഈ സർവേ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 4-ൽ 4 നേടിയ BJP ആകട്ടെ സീറ്റുകളുടെ എണ്ണം പകുതിയായിട്ട് കുറഞ്ഞ് 2 സീറ്റുകളിലേക്ക് വരെ ചുരുങ്ങാനുള്ള സാധ്യതയും ഈ സർവേ പറയുന്നു. ഹിമാചലിലെ മണ്ഡിയിൽ കങ്കണ റണ്ണൌട്ടിനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മണ്ഡിയിലെ ഈ മണ്ടൻ തീരുമാനം BJPക്ക് തിരിച്ചടിയായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ സർവേ ഫലങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു?